Good morning. Okay, ഞാൻ ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ക്ലിയർ ആണോ നോക്കി കാണാൻ പറ്റുന്നുണ്ടോ? ഷെയർ ചെയ്തിട്ടേക്കുന്ന സ്ക്രീൻ ഓക്കെ ഓക്കെ ആണോ? യെസ്, ഓക്കെ. ഇപ്പൊ നമ്മള് തേർഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. 2 ക്ലാസ് കഴിഞ്ഞ് 3ാമത്തെ ക്ലാസ് ആണിത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ പറഞ്ഞത്? സേഫ്റ്റി ഇൻ ഇലക്ട്രിക് ഗുഡ്സ് എല്ലാ പോയിന്റ്സും കംപ്ലീറ്റ് ആക്കിയായിരുന്നോ? എല്ലാ പോയിന്റ്സും പറഞ്ഞില്ലായിരുന്നു, അത്രയും കംപ്ലീറ്റ് ആണ് അല്ലെ? ഓക്കെ, അപ്പൊ സേഫ്റ്റിയുടെ എല്ലാരും നമ്മുടെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സെക്യൂരിറ്റി ആണ്. സെക്യൂരിറ്റി എന്ന സുരക്ഷ അല്ലെ? ഹൗ ദ ഹോസ്പിറ്റൽ സഫേഴ്സ് ലോസ്. ഒരു ഹോസ്പിറ്റലിന് എങ്ങനെയൊക്കെ നഷ്ടം സംഭവിക്കാം? എങ്ങനെയൊക്കെ ഹോസ്പിറ്റലിന് നഷ്ടം സംഭവിക്കാം? നമുക്ക് ഫസ്റ്റ് ഇത് നോക്കാം. അതിനകത്ത് പോയിന്റ്സുകളായിട്ട് തന്നെയാണ് തന്നേക്കുന്നത്. അപ്പൊ പോയിന്റ്സുകൾ ഒന്ന് നോക്കാം കേട്ടോ, ഏതൊക്കെയാന്നുള്ളത് നോക്കാം. അപ്പൊ ഹോസ്പിറ്റലിന് എങ്ങനെയൊക്കെ നഷ്ടം സംഭവിക്കാം? ഫസ്റ്റ് നോക്കി, എംഫസൽമെന്റ് പിൽഫറേജ് എന്ന് വെച്ചാൽ എംഫസൽമെന്റ് എന്ന് പറഞ്ഞാൽ തട്ടിപ്പ്. എംഫസൽമെന്റ് തട്ടിപ്പ്. രണ്ട് പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ, തട്ടിപ്പും മോഷണം. പിൽഫറേജ് എന്ന് പറഞ്ഞാൽ മോഷണം. ഓക്കെ, അപ്പൊ തട്ടിപ്പുകൾ നടത്തുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അവിടുന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകുമ്പോഴും ഒക്കെ ഹോസ്പിറ്റലിന് നഷ്ടം സംഭവിക്കാം. എംഫസൽമെന്റ്, പിൽഫറേജ്, തട്ടിപ്പും മോഷണവും. അല്ലെങ്കിൽ ആൻഡ് ഇട്ട് എഴുതിയാലും മതി. എംഫസൽമെന്റ് ആൻഡ് പിൽഫറേജ്, തട്ടിപ്പും മോഷണവും വഴി ഹോസ്പിറ്റലിന് നഷ്ടം സംഭവിക്കാം. അടുത്ത നോക്കിയാൽ കിക്ക് ബാക്സ് ആൻഡ് കൊളൂഷൻ എക്യുപ്മെന്റ് തെഫ്റ്റ്. കിക്ക് ബാക്സ് എന്ന് വെച്ചാൽ എന്താ? കൈക്കൂലി. കിക്ക് ബാക്സ്, കൈക്കൂലി. ആൻഡ് കൊളൂഷൻ എക്യുപ്മെന്റ് തെഫ്റ്റ്. കൊളൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒത്തുകളി. അപ്പൊ കൈക്കൂലി വഴി അല്ലെങ്കിൽ ഒത്തുകളിയിലൂടെ ഹോസ്പിറ്റലിന് നഷ്ടം സംഭവിക്കാം അല്ലെ? എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഞാൻ അവിടെ നിന്ന് എടുത്തു തരാം, ഞാൻ എന്താ പറയാ, അല്ലെങ്കിൽ ഒത്തുകളി എന്നുള്ളത് കേട്ടാ, അതായത് കുറച്ച് പേര് ഗ്യാങ് കൂടി ഹോസ്പിറ്റലിൽ എന്തെങ്കിലും സാധനങ്ങൾ, വിലപിടിപ്പുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ മോഷ്ടിച്ചു കൊണ്ടുപോകാം. അല്ലെങ്കിൽ കൈക്കൂലി അല്ലെ, കുറച്ച് പൈസ മേടിച്ചിട്ട് എന്നെ. കിക്ക് ബാക്സ് എന്ന് പറഞ്ഞാൽ കൈക്കൂലി. കൈക്കൂലി മേടിക്കാന്ന് കേട്ടിട്ടില്ലേ? അതായത് കുറച്ച് ക്യാഷ് മേടിക്കും. അതിന്റെ എന്താന്ന് വെച്ചാൽ നമ്മള് എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും വിലപിടിപ്പുള്ള എന്തെങ്കിലും ഒക്കെ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. കുറച്ച് പൈസ മേടിച്ചിട്ട് കൈക്കൂലി ഒക്കെ കൊടുത്തു എന്ന് അറിയില്ലേ, കാര്യം സാധിക്കാനായിട്ട് അല്ലേ? കിക്ക് ബാക്സ് എന്ന് വെച്ചാൽ കൈക്കൂലി. കൊളൂഷൻ എക്യുപ്മെന്റ് തെഫ്റ്റ് എന്ന് വെച്ചാൽ ഒത്തുകളി. കുറച്ച് പേര് കൂടി ഗ്യാങ് ആയിട്ട് ഒത്തു കളിച്ചിട്ട് ഇതുപോലെ തന്നെ കുറച്ച് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ നഷ്ടം വരുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അടുത്ത നോക്കിയാൽ പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്, വ്യക്തിഗത സ്വത്ത് മോഷണം. പേഴ്സണൽ, വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ എന്താ ഒരു വ്യക്തിഗത സ്വത്ത്. പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്. അങ്ങനെ തെഫ്റ്റ് എന്ന് വെച്ചാൽ എന്താ? മോഷണം തന്നെ കേട്ടോ, തെഫ്റ്റ്. അങ്ങനെ ഹോസ്പിറ്റലിന് നഷ്ടം വരാം. അടുത്ത നോക്കിയേ, പേറോൾ ഫ്രോഡ് ആൻഡ് തെഫ്റ്റ് ദാറ്റ് ഇൻക്ലൂഡ് ഫ്രോഡ് ഇൻ പഞ്ചിങ് ദ ടൈം ക്ലോക്ക്. പേറോൾ, പേറോൾ എന്ന് പറഞ്ഞാൽ ശമ്പള തട്ടിപ്പ്. പേറോൾ ഫ്രോഡ്, പേറോൾ ഫ്രോഡ് എന്താണ്? ശമ്പള തട്ടിപ്പ്. ആൻഡ് തെഫ്റ്റ് ദാറ്റ് ഇൻക്ലൂഡ്, ഏത് ഉൾപ്പെടുന്ന ഇൻ പഞ്ചിങ് ദ ടൈം ക്ലോക്ക്. ടൈം ക്ലോക്കിൽ പഞ്ച് ചെയ്യുന്നത് ഉൾപ്പെടെ, ടൈം ക്ലോക്കിലെ പഞ്ച് ചെയ്യുന്നതിലെ തട്ടിപ്പ് ഉൾപ്പെടെ. എന്താ പഞ്ചിങ്? പഞ്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് സമയം, ഇപ്പൊ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് കയറുന്ന ടൈം, ഷാർപ്പ് ടൈം 8 മണി, അത് പഞ്ചിങ് ആയിരിക്കും അല്ലെ? എന്താ? ആ കറക്റ്റ് സമയത്ത് എത്താൻ വേണ്ടിട്ട് ആ സമയത്ത് നമ്മൾ പഞ്ച് ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് പോകും അല്ലേ? അപ്പൊ അങ്ങനെ ആ പഞ്ചിങ്ങിലെ തട്ടിപ്പ് ഉൾപ്പെടെ. ഇപ്പൊ എന്താ വല്ല എന്തെങ്കിലും ടൈമോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെങ്കിലൊക്കെ അതിന് സെറ്റ് ചെയ്ത് വെക്കണേൽ മാറ്റം പറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും
അതായത് ഇവിടെ പറഞ്ഞേക്കുന്ന ആ പഞ്ചിങ് ഉൾപ്പെടെ ടൈം ക്ലോക്കിലെ പഞ്ചിങ് ഉൾപ്പെടെയുള്ള എന്തെങ്കിലും തെറ്റുകള് അല്ലെ, അല്ലെങ്കിൽ ശമ്പള തട്ടിപ്പ്. അപ്പൊ നമ്മൾ ചിലപ്പോ ഹാഫ് അവർ വൈകിയായിരിക്കും വന്നത്, പക്ഷെ അതിലെന്തെങ്കിലും തട്ടിപ്പുകൾ കാണിച്ചിട്ട് കറക്റ്റ് ഷാർപ്പ് 8 എന്നുള്ളത് തന്നെ കാണിക്കാണ്. അപ്പൊ 1/2 മണിക്കൂർ നമ്മൾ ജോലി ചെയ്യുന്നില്ല, പക്ഷെ ആ സാലറി നമുക്ക് കിട്ടണ്ടേ അല്ലെ, അവർലി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു സാലറിയിൽ കട്ട് വരുന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോ നമ്മൾ ഹാഫ് ഡേ ആയിരിക്കും, അപ്പൊ അതിലെന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് എന്തെങ്കിലും തട്ടിപ്പ് കാണിച്ചു കഴിഞ്ഞാൽ അന്ന് ഫുൾ ഡേയുടെ പൈസ അല്ലെ, അപ്പൊ എന്താ പറയാ ശമ്പള തട്ടിപ്പ്. അപ്പൊ ആ ശമ്പളത്തില് നമുക്ക് പകുതി പൈസയെ നമുക്ക് അന്ന് ഉള്ളൂ ഹാഫ് ഡേ ആവുമ്പോ. പക്ഷെ എന്താ പറയാ നമുക്ക് സാലറി വരുമ്പോ ഫുൾ ഡേയുടെ സാലറി കിട്ടും. അവിടെ എന്താ ഫ്രോഡ് കാണിച്ചേക്കാണ് അല്ലേ. ഇനി അടുത്തത് നോക്കിയേ, ക്യാഷ് തെഫ്റ്റ്. ഇനി പൈസയായിട്ട് മോഷണം പോകാം. ദാറ്റ് ഇൻവോൾവ്സ് ദ മെയിൻ കാഷ്യർ, പ്രധാനപ്പെട്ട മെയിൻ കാഷ്യർ, സബ്സിഡറി കാഷ്യർ, അതിന്റെ കീഴിൽ വരുന്നത്, മെയിൻ കാഷ്യറിന്റെ കീഴിൽ വരുന്നതാണ് സബ്സിഡറി കാഷ്യർ എന്ന് പറയുന്നത്. ദെൻ കഫറ്റീരിയ കാഷ്യർ, കഫേലൊക്കെ നമ്മള് ഡയറ്ററി ഇതൊക്കെ പഠിച്ചില്ലേ, അപ്പൊ അതിനകത്തൊക്കെ അവിടെ നിൽക്കുന്ന കാഷ്യർ എന്നിവർ ഉൾപ്പെടുന്ന ക്യാഷ് തെഫ്റ്റുകള്. കാഷ്യർ ആയിരിക്കുമല്ലോ ക്യാഷ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നേ അല്ലെ. അപ്പൊ അതിനകത്ത് അതെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചാകുമ്പോൾ വലിയ വലിയ എമൗണ്ട് ആയിരിക്കും അല്ലെ, ലക്ഷങ്ങളും കോടികളുടെ ഒക്കെ കണക്കായിരിക്കും ഒരു ദിവസം വരുന്നത്. അപ്പൊ അതിന് ചെറിയൊരു ഇതൊക്കെ എന്തെങ്കിലും നമ്മളൊരു ഫ്രോഡ് കാണിച്ചു കഴിഞ്ഞാലും വലിയ പ്രശ്നമില്ല അല്ലെ. വലിയ എമൗണ്ട് അല്ല വന്നേ, ചെറുതാണെങ്കിൽ അവിടെ ചിലപ്പോ പെട്ടെന്ന് മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ മെയിൻ കാഷ്യർ, സബ്സിഡറി കാഷ്യർ, കഫറ്റീരിയ കാഷ്യർ എന്നിവ ഉൾപ്പെടെയുള്ള പൈസ മോഷണം. അടുത്ത നോക്കിയേ, ഫ്രോഡുലന്റ് പ്രാക്ടീസസ് ഇൻ പർച്ചേസിംഗ്, റിസീവിംഗ് ആൻഡ് സ്റ്റോറിംഗ്. ഫ്രോഡുലന്റ് പ്രാക്ടീസസ്, വഞ്ചനാപരമായിട്ടുള്ള രീതികള്. ഫ്രോഡുലന്റ് പ്രാക്ടീസസ് എന്താ, വഞ്ചനാപരമായ രീതികള് ഏതില്, ഇൻ പർച്ചേസിംഗ്, റിസീവിംഗ് ആൻഡ് സ്റ്റോറിംഗ്. Fraudulent practices in purchasing, receiving and storing. Okay. ഫ്രോഡുലന്റ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ എന്താ, വഞ്ചനാപരമായ രീതികള്. പർച്ചേസിംഗിൽ എന്തെങ്കിലും നടത്താം, അല്ലെങ്കിൽ റിസീവിങ്ങില് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, റിസീവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്യുമ്പോഴും ഒക്കെ എന്താ വഞ്ചനാപരമായ രീതികൾ നടത്താം. അങ്ങനെ വരുമ്പോഴും ഹോസ്പിറ്റലിന് എന്ത് നഷ്ടം സംഭവിക്കാം. അടുത്ത് നോക്കിയേ, ഫ്രോഡ് ഇൻ രജിസ്റ്റേഴ്സ്, റെക്കോർഡ്സ് ആൻഡ് ബില്ലിംഗ്. കമ്പ്യൂട്ടർ ഫ്രോഡ് കണ്ട, കമ്പ്യൂട്ടർ ഫ്രോഡ് ഉൾപ്പെടെ വരുന്ന രജിസ്റ്ററുകളിൽ എന്തെങ്കിലും തട്ടിപ്പുകൾ കാണിക്കാം അല്ലെ, എന്തെങ്കിലും ഫ്രോഡ് പരിപാടി കാണിക്കാം, റെക്കോർഡ്സിൽ കാണിക്കാം, ആൻഡ് ബില്ലിങ്ങിൽ കാണിക്കാം. അതിനകത്ത് പറഞ്ഞിരുന്ന കമ്പ്യൂട്ടർ ഫ്രോഡ്. ഇപ്പൊ എല്ലാം സിസ്റ്റത്തിലല്ലേ ചെയ്യുന്നേ, അപ്പൊ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഇതൊക്കെ വല്ല സോഫ്റ്റ്വെയറിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യോ ഒക്കെ ചെയ്തിട്ട് വേണമെങ്കിലും അങ്ങനെയും തട്ടിപ്പുകൾ കാണിക്കാം. മനസ്സിലായോ? ഇതൊക്കെയാണ് നമുക്ക് സെക്യൂരിറ്റിയിൽ വന്നേക്കുന്നത് കേട്ടോ. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് വരുന്നത് ഹോസ്പിറ്റലിന് ഏതെല്ലാം രീതിയിലൂടെ നഷ്ടം സംഭവിക്കാം. എംഫസൽ എന്ന് പറഞ്ഞാൽ എന്താ, തട്ടിപ്പ്, എംഫസൽമെന്റ് തട്ടിപ്പ്. പിൽഫറേജ് എന്ന് പറഞ്ഞാൽ മോഷണം അതുവഴി. കിക്ക് ബാക്സ് എന്ന് പറഞ്ഞാൽ കൈക്കൂലി. ദെൻ പൊള്യൂഷൻ എക്യുപ്മെന്റ് തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒത്തുകളി. പൊള്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒത്തുകളി വഴി എക്യുപ്മെന്റ്സുകൾ മോഷണം പോകാം. പിന്നെ വ്യക്തിഗത സ്വത്ത് മോഷണം, പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്. പിന്നെ അടുത്തത് നമ്മൾ ടൈം ക്ലോക്കിലെ പഞ്ചിങ് ഉൾപ്പെടെ അവിടെ നമ്മൾ ഫ്രോഡ് കാണിക്കുക അല്ലെ. അങ്ങനെയുള്ള തട്ടിപ്പുകളും ശമ്പള തട്ടിപ്പുകളും, പേറോൾ ഫ്രോഡ്, ശമ്പള തട്ടിപ്പും ഇങ്ങനെയുള്ള ചെറിയ മോഷണങ്ങളും കാര്യങ്ങളൊക്കെ വരാം. പിന്നെ അടുത്ത ക്യാഷ് തെഫ്റ്റ് ആണ്, പൈസയായിട്ട് മോഷണം പോകാം. അത് ആർക്കൊക്കെ, മെയിൻ കാഷ്യർ, സബ്സിഡറി കാഷ്യർ, കഫറ്റീരിയ കാഷ്യർ എന്നിവർ ഉൾപ്പെടെയുള്ള ക്യാഷ് തെഫ്റ്റുകള്. അടുത്ത നോക്കിയേ, ഫ്രോഡ് ഇൻ രജിസ്റ്റേഴ്സ്, രജിസ്റ്റേഴ്സില്, റെക്കോർഡ്സില്, ബില്ലിങ്ങില് ഇതിലൊക്കെ ഫ്രോഡ് കാണിക്കാം. കമ്പ്യൂട്ടർ ഫ്രോഡ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ, അതൊന്ന് ടിക്ക് ഇട്ട് വെച്ചോ. ഏതെല്ലാം രീതിയിൽ ഹോസ്പിറ്റലിന് നഷ്ടം സംഭവിക്കാം. ഇനി അടുത്തത് നമ്മൾ കൺട്രോൾ ആണ് പറഞ്ഞേക്കുന്നത്. സെക്യൂരിറ്റിയില് മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോൾ എന്തൊക്കെയാണ്? ഇന്റേണൽ കൺട്രോൾ, ഇന്റേണൽ എന്ന് പറഞ്ഞാൽ എന്താ, ഉള്ളില് അല്ലെ, ആന്തരികമായിട്ടുള്ള. ഓർ ഫിസിക്കൽ സെക്യൂരിറ്റി എന്താ, ശാരീരിക സുരക്ഷ, ശാരീരികമായ സുരക്ഷ.
physical security. Okay, method of internal control. Internal control നമ്മൾ എന്തൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? Okay, protect the hospital against intrusion. Intrusion എന്ന് പറഞ്ഞാൽ അതിക്രമിച്ച് കടക്കുക അല്ലെങ്കിൽ നുഴഞ്ഞു കയറ്റുക. Intrusion, 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 അതിക്രമിച്ച് കടക്കുക അല്ലെങ്കിൽ നുഴഞ്ഞു കയറ്റുക. From outside and illegal movements of goods from within. എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? എങ്ങനെയാണ്? പ്രൊട്ടക്ട് ദ ഹോസ്പിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുക. ഏതിനെതിരായിട്ട്? പുറമേ നിന്നുള്ള നുഴഞ്ഞു കയറ്റത്തിൽ നിന്ന്, അല്ലെ? പുറത്തു നിന്നുള്ള ഒരു നുഴഞ്ഞു കയറ്റത്തിൽ നിന്ന്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ആൻഡ് ഇല്ലീഗൽ മൂവ്മെന്റ്സ് ഓഫ് ഗുഡ്സ് വിത്തിൻ. അതിന്റെ ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള അനധികൃതമായിട്ടുള്ള ചരക്ക് നീക്കത്തിൽ നിന്ന്. ഇല്ലീഗൽ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്, അതിന്റെ ലീഗൽ ആയിട്ടുള്ള ഒരു ഇതുണ്ടല്ലേ, സാധനങ്ങളൊക്കെ കൈമാറുന്നതും അല്ലേ? നമ്മൾ മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, തേർഡ് മൊഡ്യൂളിൽ തന്നെയുള്ള ഇതിനകത്ത് പഠിക്കാനുണ്ട് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്നുള്ള ഒരു ചാപ്റ്റർ. അപ്പൊ അതിനകത്ത് നമുക്ക് സാധനങ്ങളുടെ ഒരു മൂവ്മെന്റ്, നമ്മൾ ഹോസ്പിറ്റലിലേക്കൊക്കെ ആണെങ്കിലും അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ പർച്ചേസ് ചെയ്യുന്നത് അതൊക്കെ ഒരു ലീഗൽ മൂവ്മെന്റ് ആയിരിക്കും. നമുക്ക് സാധനങ്ങൾ ലീഗൽ ആയിട്ടൊരു നിയമപരമായിട്ടുള്ള ഒരു ഇതോടുകൂടി തന്നെ ചെയ്യാൻ പാടുള്ളൂ. എന്താ പറഞ്ഞേക്കണേ? രണ്ടാമത്തെ ഇല്ലീഗൽ മൂവ്മെന്റ്സ് ഓഫ് ഗുഡ്സ് ഫ്രം വിത്തിൻ, അതായത് അകത്തു നിന്നുള്ള അനധികൃതമായിട്ടുള്ള ചരക്ക് നീക്കത്തിൽ നിന്നുമൊക്കെ ഹോസ്പിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുക. അതേ നമുക്ക് ഫസ്റ്റ് പറഞ്ഞേക്കുന്ന പുറമേ നിന്നുള്ള നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ പുറമേ നിന്നുള്ള ആ നുഴഞ്ഞു കയറ്റം അല്ലെങ്കിൽ അതിക്രമിച്ച് കയറുന്നത്, അതിൽ നിന്ന് ഹോസ്പിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുക. പിന്നെ ഹോസ്പിറ്റലിന്റെ ഉള്ളില് അനധികൃതമായിട്ടുള്ള ചരക്ക് നീക്കത്തിൽ നിന്നും ഹോസ്പിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുക. രണ്ടാമത്തെ മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോളിൽ വരുന്നതാണ് കൺട്രോൾ ഓഫ് ഹ്യൂമൻ ട്രാഫിക്. ഹ്യൂമൻ ട്രാഫിക് കൺട്രോൾ ചെയ്യുക. ഓക്കെ, ഹ്യൂമൻ ട്രാഫിക് കൺട്രോൾ ചെയ്യുക. ഡ്രൈവേഴ്സ്, കോൺട്രാക്ടേഴ്സ്, വെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ കച്ചവടക്കാര്, വെൻഡേഴ്സ്, ഇതിനെയൊക്കെ അങ്ങനെ ഹ്യൂമൻ ട്രാഫിക് കൺട്രോൾ ചെയ്യുക. ഹ്യൂമൻ ട്രാഫിക്, ഡ്രൈവേഴ്സ്, കോൺട്രാക്ടേഴ്സ്, വെൻഡേഴ്സ് എക്സെട്ര, അതൊക്കെ കൺട്രോൾ ചെയ്യുക. അതിനുവേണ്ടി കൺട്രോൾ ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? സെപ്പറേറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് ഫോർ, പ്രത്യേകം എൻട്രി എക്സിറ്റ് പോയിന്റ് കൊടുക്കാം. അതായത് എല്ലാവരും ഓരോ ഗേറ്റിൽ കൂടെ അല്ലെങ്കിൽ ഓരോ ഡോറിൽ കൂടെ പോകുമ്പോൾ എന്താ നമുക്ക് ഓരോരുത്തരും സെപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലേ? അല്ലെ? ഇത് പേഷ്യൻസ് ആണോ, വിസിറ്റേഴ്സ് ആണോ, എല്ലാവരും ഒറ്റ രീതിയിൽ കൂടെ പോകുമ്പോൾ അപ്പൊ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന? ഫസ്റ്റ് ഒരു സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് എൻട്രി എക്സിറ്റ് പോയിന്റ് കൊടുക്കാം. അതായത് സ്റ്റാഫുകൾക്ക് ഒരു എൻട്രി, ഒരു പ്രവേശന കവാടം കൊടുക്കാം. അപ്പൊ അതിൽ കൂടെ സ്റ്റാഫുകൾ മാത്രം പോകുള്ളൂ, അല്ലെ? നമുക്ക് കുറച്ചുകൂടി കെയർ കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ സ്റ്റാഫിന് പ്രത്യേകം എൻട്രി എക്സിറ്റ് പോയിന്റ് കൊടുക്കാം. പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ് ആൻഡ് വെൻഡേഴ്സ്, പേഷ്യൻസ് കോമ ഇട്ടാൽ മതി കേട്ടോ. പേഷ്യൻസ്, വിസിറ്റേഴ്സ് ആൻഡ് വെൻഡേഴ്സ് അങ്ങനെ ആക്കിക്കോട്ടോ. നെക്സ്റ്റിൽ ഒന്ന് നോക്കിയാല് പേഷ്യൻസിന് പേര് കൊടുക്കാം, വിസിറ്റേഴ്സിന് അവരുടെ സന്ദർശകർക്ക് കൊടുക്കാം, വെൻഡേഴ്സ് കച്ചവടക്കാർക്ക്, ഇവർക്കൊക്കെ സെപ്പറേറ്റ് എൻട്രി എക്സിറ്റ് പോയിന്റ് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്താ പറയാ, കുറച്ചുകൂടി നമുക്കൊരു സുരക്ഷയുടെ ഭാഗമല്ലേ, അല്ലെ? ഓരോ ഇതിൽ കൂടെയും അപ്പൊ നമുക്കും കൺട്രോൾ ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. അധികം ഇങ്ങനെയുള്ള മോഷണങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഒന്നും പറ്റില്ല. അതൊക്കെ നമുക്ക് കുറയ്ക്കാനും പറ്റും ഇങ്ങനെ ഓരോരുത്തർക്കും സെപ്പറേറ്റ് എൻട്രി എക്സിറ്റ് പോയിന്റ് കൊടുക്കുന്നത് വഴി, അല്ലേ? പിന്നെ അതുപോലെ തന്നെ സെയിൽസ് പേഴ്സൺസിന് വേറെ കൊടുക്കാം. ഡെലിവറി പീപ്പിൾ ആൻഡ് കോൺട്രാക്ടേഴ്സ്, ഡെലിവറി ചെയ്യുന്ന ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന ആളുകൾക്ക്, കോൺട്രാക്ടർക്ക്, ഇവർക്കൊക്കെ സെപ്പറേറ്റ് എൻട്രി എക്സിറ്റ് പോയിന്റുകൾ കൊടുക്കാം. അത് എന്തിന്റെ ഭാഗമാണ്? കൺട്രോൾ ചെയ്യുന്നത്, അല്ലെ? ഹ്യൂമൻ ട്രാഫിക്, ഡ്രൈവേഴ്സ്, കോൺട്രാക്ടേഴ്സ്, വെൻഡേഴ്സ്, ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇവർ ഓരോരുത്തർക്കും സെപ്പറേറ്റ് എൻട്രി എക്സിറ്റ് പോയിന്റുകൾ കൊടുക്കാം. ആർക്കൊക്കെയാണ്? സ്റ്റാഫിന്, patient, visitors and vendors, salesperson, delivery people and contractors. ഇനി ഇതിന്റെ താഴെ തന്നെ കുറച്ച് പോയിന്റ്സ് തന്നെയാണ്.
ഇന്റേണൽ കൺട്രോളിൽ തന്നെ വരുന്ന കുറച്ച് പോയിന്റ്സുകളാണ് അവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഐഡന്റിഫൈ, സ്ക്രൂട്ടിനൈസ്. സ്ക്രൂട്ടിനൈസ് എന്ന് വെച്ചാൽ എന്താ? സൂക്ഷ്മമായി പരിശോധിക്കുക. സൂക്ഷ്മമായി പരിശോധിക്കുക, സ്ക്രൂട്ടിനൈസ്. ഐഡന്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ തിരിച്ചറിയുക അല്ലെ, അവരെ തിരിച്ചറിയുക, ഐഡന്റിഫൈ ചെയ്യുക. സ്ക്രൂട്ടിനൈസ്, സൂക്ഷ്മമായി പരിശോധിക്കുക. ആൻഡ് ഗൈഡ്, അവരെ ഗൈഡ് ചെയ്യുക. എന്താ? ദ നോൺ പേഷ്യന്റ് ആൻഡ് നോൺ വിസിറ്റർ ട്രാഫിക് സച്ച് ആസ് വെൻഡേഴ്സ് അറ്റ് കൺട്രോൾ ഗേറ്റ്. കൺട്രോൾ ഗേറ്റിലുള്ള വെൻഡേഴ്സിനെ പോലെ ഏതാണ്? നോൺ പേഷ്യന്റ്, പേഷ്യൻസ് അല്ലാത്തവര്, നോൺ വിസിറ്റർ ട്രാഫിക്, വിസിറ്റേഴ്സ് അല്ലാത്ത, നോൺ വിസിറ്റേഴ്സ് ട്രാഫിക്, ഇതെല്ലാം എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യുക, സ്ക്രൂട്ടിനൈസ് ചെയ്യുക, അത് ഗൈഡ് ചെയ്യുക. അത്ര ഒന്ന് നോട്ട് ചെയ്താൽ മതി കേട്ടോ. ഐഡന്റിഫൈ, സ്ക്രൂട്ടിനൈസ്, ഗൈഡ് the non-patient and non-visitors traffic. എങ്ങനെയാണ്? such as vendors at the control gate. vendors at the control gates എന്ന് സാധാരണയായിട്ട് അസസ് കൺട്രോൾ ഗേറ്റുകൾക്കായി ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ്. അല്ലെങ്കിൽ സിസ്റ്റം, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണങ്ങളൊക്കെ ആകാം. അതൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള കമ്പനികളെയോ ഓർഗനൈസേഷനുകളെയാണ് വെൻഡേഴ്സ് അറ്റ് കൺട്രോൾ ഗേറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മൾ അസസ് കൺട്രോൾ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോ ഗേറ്റുകളിൽ നമ്മൾ പോകുന്ന ഡോറുകളിലൊക്കെ ഇലക്ട്രോണിക് റീഡറുകൾ വെക്കാം, അല്ലെങ്കിൽ സ്കാനറുകൾ. നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ അവിടെ നിന്ന് എടുത്തോണ്ട് പോകണ്ടോ, അല്ലെങ്കിൽ അകത്തേക്ക് വരുമ്പോ കൊണ്ടുവരുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ബയോമെട്രിക് സ്കാനറുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും സോഫ്റ്റ്വെയറുകള് എന്നിവയൊക്കെ ഉപയോഗിച്ചിട്ട് അസസ് കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ എൻട്രി എക്സിറ്റ് റെക്കോർഡ് ചെയ്യാനും അവിടുത്തെ സുരക്ഷ ഉറപ്പാക്കാനും വേണ്ടിയിട്ടുള്ളതാണ് അസസ് കൺട്രോൾ ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഡോറുകളില് പ്രത്യേകം ഇങ്ങനെയുള്ള ഓർഗനൈസേഷന്റെ ഒക്കെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഒക്കെ ഡോറുകളില് പ്രത്യേകം സ്ഥാപിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന വസ്തുക്കൾക്കുള്ള ഈ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പുറത്തേക്ക് നമ്മുടെ അനുമതി ഇല്ലാതെ കൊണ്ടുപോകുകയൊക്കെ ഇല്ലേ, അങ്ങനെയുള്ളതൊക്കെ നിയന്ത്രിക്കുന്ന ആ ഒരു പ്രവേശന കവാടങ്ങളിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു തടസ്സമാണത്. ഒരു ബാരിയർ, ഒരു തടസ്സമാണ്. ഭൗതിക തടസ്സങ്ങളാണ് അസസ് കൺട്രോൾ ഗേറ്റ് എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല. നമ്മുടെ കൺട്രോൾ ഗേറ്റിലുള്ള വെൻഡേഴ്സിനെ പോലെ, അതായത് ആ ഡോറിൽ തന്നെ, അവിടെ ആ ഡോറിൽ തന്നെ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് റീഡറുകളോ അല്ലെങ്കിൽ ബയോമെട്രിക് സ്കാനറുകളോ മറ്റുള്ള സോഫ്റ്റ്വെയറുകളോ ഒക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യുന്നു? അത് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങോട്ടേക്കുള്ള അസസ്, നമുക്ക് ആ ഹോസ്പിറ്റലിലേക്കുള്ള പ്രവേശനം നമുക്ക് നിയന്ത്രിക്കാനും അതുപോലെ എൻട്രി എക്സിറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാനും അതുവഴി ആ ഹോസ്പിറ്റലില് അവിടുത്തെ സുരക്ഷ ഉറപ്പുവരുത്താനും സാധിക്കുന്നു. പിന്നെ നമുക്കറിയാം ഈ കൺട്രോൾ ഗേറ്റില് ഈ ആളുകളെ തന്നെ, സെക്യൂരിറ്റിനെ തന്നെ നിർത്തിയിട്ടുണ്ട് അല്ലെ. സെക്യൂരിറ്റിനെ നിർത്തിയിട്ടില്ലേ? അപ്പൊ അവര് ഇതുപോലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണെങ്കിൽ, ഇപ്പൊ പേഷ്യൻസ് ആണെങ്കിൽ അവിടുത്തെ MRD ID കാർഡ് ഉണ്ടാവും. അപ്പൊ നമ്മൾ കയറാൻ ചെല്ലുമ്പോൾ നമ്മുടെ ID ഒന്ന് കാണിക്കാൻ പറയും അല്ലെ. അപ്പൊ ID ഉണ്ടെങ്കിൽ ID, അപ്പൊ അല്ലെങ്കിൽ നമ്മളിപ്പോ പേഷ്യൻസിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിലും ആ പേഷ്യന്റിന്റെ ഒപ്പം തന്നെ ID കാണിക്കുമ്പോൾ കയറി പോകാൻ പറ്റും. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഹോസ്പിറ്റലിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ അതിനകത്ത് ഇത്രയും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി. ഐഡന്റിഫൈ, സ്ക്രൂട്ടിനൈസ് ആൻഡ് ഗൈഡ് ദ നോൺ പേഷ്യന്റ് ആൻഡ് നോൺ വിസിറ്റർ ട്രാഫിക്. അത്രയും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, പ്രോഹിബിറ്റ്. പ്രോഹിബിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? പ്രോഹിബിറ്റ്, നിരോധിക്കുക. എന്താ നിരോധിക്കുന്നേ? പെഡസ്ട്രിയൻ ട്രാഫിക്, കാൽനട ഗതാഗതം നിരോധിക്കുക. എവിടെയാണ്? ത്രൂ അൺലോഡിംഗ് ഡോക്ക്, റിസീവിംഗ് ഏരിയ, മോർഗ് എക്സിറ്റ് ആൻഡ് ട്രക്ക് ഗേറ്റ്. ഇവിടെയൊക്കെ എന്ത് ചെയ്യണം? കാൽനട ഗതാഗതം നിരോധിക്കുക. ഇപ്പൊ അൺലോഡിംഗ് ഡോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സാധനങ്ങളൊക്കെ ലോഡ് ചെയ്യുകയോ അൺലോഡിങ് ചെയ്യുന്ന സ്ഥലമില്ലേ?
ഒരു ബിൽഡിങ്ങിന്റെയോ അല്ലെങ്കിൽ വെയർ ഹൗസിന്റെയൊക്കെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രദേശമാണ്. അവിടെ സാധനങ്ങള് വാഹനങ്ങളിലേക്ക് കയറ്റോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറക്കുകയൊക്കെ ചെയ്യുന്ന, ലോഡ് ചെയ്യോ അൺലോഡ് ചെയ്യുന്ന ഇതാണ് ഏത് പറയുന്ന അൺലോഡിംഗ് ഡോക്ക് എന്ന് പറയുന്നത്. അതിൽ കൂടെ പിന്നെ അതുപോലെ തന്നെ റിസീവിംഗ് ഏരിയയിലൂടെ മോർഗ് എക്സിറ്റ്, മോർച്ചറി എക്സിറ്റ്, ട്രക്ക് ഗേറ്റുകൾ തുടങ്ങിയവയിലൂടെ എന്താണ് പെഡസ്ട്രിയൻ ട്രാഫിക്കുകള് പ്രോഹിബിറ്റ് ചെയ്യുക. അവിടെ എപ്പോഴും ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസിംഗ് ഒക്കെ വേണ്ട ആവശ്യമുണ്ടോ? വേണോ? അത്യാവശ്യമുള്ളവര് മാത്രം അതിൽ കൂടെ പോയാൽ മതി, അല്ലെങ്കിൽ അവിടെ നിന്നാ മതി, ഇല്ലേ? ഇപ്പൊ എന്താ പറയാ, നമുക്കിങ്ങനെ ലോഡിങ് അൺലോഡിങ് ഏരിയയിലേക്ക് നമ്മൾ എപ്പോഴും സാധാരണ പെഡസ്ട്രിയൻ സാധാരണ ആളുകൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? മെറ്റീരിയൽസ് മാനേജ്മെന്റുമായിട്ട് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ലോഡിങ് അൺലോഡിങ്ങിന് ചാർജുള്ള ആളുകൾ മാത്രം അങ്ങോട്ടേക്ക് പോയാൽ മതി. അല്ലെങ്കിൽ റിസീവിംഗ് ഏരിയയിലേക്ക്, അല്ലെങ്കിൽ മോർഗ് എക്സിറ്റ്, മോർച്ചറി എക്സിറ്റ്, ട്രക്ക് ഗേറ്റുകള്, ഇവിടെ ഇതിൽ കൂടെയൊക്കെ നമ്മൾ എന്താ പറയാ, അതിന് ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ അതിന് നിയുക്തമാക്കിയിട്ടുള്ള ആളുകൾക്ക് മാത്രം അങ്ങോട്ടേക്ക് പോയാൽ മതി. അപ്പൊ നമ്മൾ പെഡസ്ട്രിയൻ ട്രാഫിക് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക, പ്രോഹിബിറ്റ് ചെയ്യുക, നിരോധിക്കുക. ഈ ട്രക്ക് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ട്രക്കിന്റെ ബാക്കിലുള്ള ഡോറില്ലേ, അതാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇസ് എ ഡോർ അറ്റ് ദ ബാക്ക് ഓഫ് ദ ട്രക്ക്. ട്രക്കിന്റെ ബാക്കിലുള്ള ഡോറില്ലേ, അതാണ് ട്രക്ക് ഗേറ്റ്സ്. എന്നിവയിലൂടെയുള്ള പെഡസ്ട്രിയൻ ട്രാഫിക് നിരോധിക്കുക. സെക്കൻഡ് പോയിന്റ് ആട്ടോ അതിന്റെ. പിന്നെ അടുത്ത് നോക്കിയേ, control vehicle like delivery trucks etc. and check outgoing vehicle. കൺട്രോൾ വെഹിക്കിൾ ആൻഡ് ഡെലിവറി ട്രക്സ്, സാധനങ്ങളൊക്കെ ഡെലിവറി ചെയ്യാനായിട്ട് വരുന്ന ട്രക്കുകളില്ലേ, അത് വാഹനങ്ങള് ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുക. പിന്നെന്താ, ആൻഡ് ചെക്കിംഗ് ഔട്ട് ഗോയിങ് വെഹിക്കിൾ, പുറത്തേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുക. എന്തിനാ? ഇനി ആ വാഹനങ്ങളൊക്കെ എന്തെങ്കിലും ലോഡ് ചെയ്യാൻ വന്നിട്ട് ലോഡിങ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ നമ്മൾ കാണാതെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കടത്തിക്കൊണ്ടു പോകാൻ പറ്റൂലേ, അല്ലേ? അല്ലയോ? അങ്ങനെയൊക്കെ സംഭവിക്കാം. വെഹിക്കിൾസ്, അപ്പൊ ഒരുപാട് വെഹിക്കിൾസ് വേണ്ട, അല്ലെ? എപ്പോഴെപ്പോഴും കുറെ വാഹനങ്ങൾ വരുവാണെങ്കിൽ നമുക്ക് അത് ഇത് കിട്ടില്ല. വാഹനങ്ങള്, ഡെലിവറി ട്രക്സുകള്, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞത്, ചെക്കിംഗ് ഔട്ട് ഗോയിങ് വെഹിക്കിൾസ്, പുറത്തേക്ക് പോകുന്ന വാഹനങ്ങളില്ലേ, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് നോക്കുക കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഇലക്ട്രോണിക് സർവൈലൻസ് ഓഫ് സ്ട്രാറ്റജിക് ആൻഡ് സെൻസിറ്റീവ് ഏരിയ ത്രൂ ഡാഷ്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. CCTV. ഇലക്ട്രോണിക് സർവൈലൻസ് എന്ന് പറഞ്ഞ എന്താ? ഇലക്ട്രോണിക് സർവൈലൻസ് നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകളില്, അല്ലെ? സ്ട്രാറ്റജിക് എന്ന് വെച്ചാൽ തന്ത്രപരമായിട്ട് അല്ലെങ്കിൽ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകളില് എന്ത് വെക്കണം? അങ്ങനെയുള്ള സെൻസിറ്റീവ് ഏരിയകളില് CCTV വെക്കുക. ഇലക്ട്രോണിക് സർവൈലൻസ് ഓഫ് സ്ട്രാറ്റജിക് ആൻഡ് സെൻസിറ്റീവ് ഏരിയ ത്രൂ CCTV. അങ്ങനെ പരമപ്രധാനമായിട്ടുള്ള ഏരിയകളില് ഒക്കെ CCTV വെക്കുക. അപ്പൊ നമുക്ക് ഒരു പരിധി വരെ നോക്കി അറിയാൻ പറ്റുമല്ലോ, അല്ലെ? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഹോസ്പിറ്റലിൽ നഷ്ടം വരുത്താതെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ സെക്യൂരിറ്റി ഉറപ്പാക്കാൻ പറ്റില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ CCTV ഒന്ന് ചെക്ക് ചെയ്താൽ മതി, എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെ? അപ്പൊ അങ്ങനെ പരമപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളില് എന്ത് വെക്കണം? CCTV വെക്കുക. അടുത്ത നോക്കിയേ, ഇൻസ്റ്റോൾ ലോക്കിംഗ് ഡിവൈസസ് ആൻഡ് അലാറം സിസ്റ്റം. എന്ത് ഇൻസ്റ്റോൾ ചെയ്യുക? ലോക്കിംഗ് ഡിവൈസസ് ആൻഡ് അലാറം സിസ്റ്റം. എല്ലാത്തിലും നല്ല ലോക്ക് കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇൻസ്റ്റോൾ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അലാറം സിസ്റ്റംസ് കണക്ട് ചെയ്യുക. അപ്പൊ അതും എന്തിന്റെ ഭാഗം? സെക്യൂരിറ്റിയുടെ ഭാഗം. എല്ലാം നമ്മൾ ലോക്ക് ചെയ്ത് പിന്നെ എന്തെങ്കിലും നമ്മൾ അവിടെ ടച്ച് ചെയ്യോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾക്ക് ഒരു വാർണിംഗ് പോലെ അലാറം സംവിധാനങ്ങളൊക്കെ ഇൻസ്റ്റോൾ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എന്താ, ഹോസ്പിറ്റലിന്റെ സെക്യൂരിറ്റി നമുക്ക് ഉറപ്പാക്കാൻ പറ്റും, അല്ലെ? ആരും വന്ന് എടുത്തോണ്ടോ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് മറ്റുള്ളവരൊക്കെ കയറുന്നതോ, അല്ലെ? അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നതോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തടയാൻ പറ്റും. അതിനെതിരായിട്ട് ഉള്ള ഒരു സേഫ്റ്റിയുടെ ഭാഗമാണത്. അടുത്ത നോക്കിയേ, ഇഷ്യൂസ് വിസിറ്റേഴ്സ് പാസസ്.
ഇഷ്യൂ ചെയ്യുക. എന്ത് വിസിറ്റേഴ്സിന് പാസുകൾ അനുവദിക്കുക. പാസ് ഇല്ലേ? അപ്പൊ പാസ് കാണിച്ചാൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. അപ്പൊ കുറെ ആളുകൾ ഓടിച്ചാടി വന്ന് കയറുന്നത് തടയാൻ പറ്റൂലേ? പാസ് ഉള്ളവർക്ക് ആ പാസിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. അപ്പൊ എന്താ ഹോസ്പിറ്റലില് നമുക്ക് അങ്ങനെയും എന്ത് ചെയ്യാൻ പറ്റും? സേഫ്റ്റി ഉറപ്പാക്കാൻ പറ്റും. ഇഷ്യൂ വിസിറ്റേഴ്സ് പാസസ്. അടുത്ത നോക്കിയേ, ലോക്കേഴ്സ് ആൻഡ് ലോക്കബിൾ ക്യാബിനറ്റ്സ് ഫോർ സ്റ്റാഫ് എഗൈൻസ്റ്റ് പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്. ഉണ്ടോ? അത് ലോക്കറുകള് അതുപോലെ തന്നെ ലോക്കബിൾ ക്യാബിനറ്റ്സ് കൊടുക്കണം. ആർക്ക്? ഫോർ സ്റ്റാഫ്. സ്റ്റാഫിന് കൊടുക്കണം. ലോക്കേഴ്സും ലോക്കബിൾ ക്യാബിനറ്റ്സുകളൊക്കെ സ്റ്റാഫിന് കൊടുക്കണം. എന്തിനു വേണ്ടി? എഗൈൻസ്റ്റ് പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്. എന്തിനെതിരായിട്ട്? ആ വ്യക്തിഗത സ്വത്ത് മോഷണം അല്ലെങ്കിൽ അത് എന്താ പറയാ അവിടുത്തെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മള് മോഷ്ടിക്കുന്നതിനെതിരായിട്ട്. എല്ലാം ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ, അല്ലെ? എല്ലാം ലോക്കബിൾ ആണെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഏതാടാ? ഓക്കെ, അതിന് മുന്നുള്ള പോയിന്റ് പറഞ്ഞില്ല അല്ലെ. ഞാൻ പോയിന്റ്സ് തന്നെയായിട്ട് വിട്ടുപോയതാ കേട്ടോ. അതേ പറയാം കേട്ടോ. ഇതെന്താ പറഞ്ഞേക്കുന്നത്? ലോക്കബിൾ ലോക്കേഴ്സ്, ലോക്കറുകൾ കൊടുക്കുക, ലോക്കബിൾ ക്യാബിനറ്റ്സ് കൊടുക്കുക. ആർക്കാണ്? ഫോർ സ്റ്റാഫ്, സ്റ്റാഫുകൾക്ക്. എന്തിനെതിരായിട്ട്? അവിടുത്തെ സ്വത്തുക്കൾ മോഷ്ടിക്കുന്നതിന്, അല്ലെ? അവിടുത്തെ പ്രോപ്പർട്ടീസ് മോഷ്ടിക്കുന്നതിന് എതിരെയായിട്ട്. ഓക്കെ, അതിന് മുന്നുള്ള പോയിന്റ് നോക്കിയേ. പ്രൊസീജിയർ ഫോർ കൺട്രോൾ ഓവർ ദ ഇഷ്യൂസ് ഓഫ് കീ. കണ്ടോ? പ്രൊസീജിയർ, നടപടികള് വെക്കുക. എന്തിന്? ഫോർ കൺട്രോൾ ഓവർ ദ ഇഷ്യൂസ് ഓഫ് ദി കീ. കീകളെ ഇഷ്യൂ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങൾ കൊണ്ടുവരിക. അതായത് ഇത്രയേ ഉള്ളൂ. കീകളുടെ പ്രശ്നത്തിനുള്ള നടപടിക്രമവും അതിന്റെ കൺട്രോളും. അതായത് എല്ലാവർക്കും ഒരു കീകൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാവർക്കും. ഇപ്പൊ ക്യാഷിയറിന്റെ കാര്യം പറഞ്ഞോ, അദ്ദേഹത്തിന് മാത്രം കൊടുത്താൽ മതി, അല്ലേ? അതിന്റെ കീ ഇഷ്യൂ ചെയ്താൽ മതി. എല്ലാവർക്കും വേണ്ട. ആ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആണെങ്കിലും ഓരോരുത്തർക്കുടെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പൊ അവർക്ക് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഇങ്ങനെയുള്ളതിന്റെ കീ ഇഷ്യൂ ചെയ്താൽ മതി, അല്ലേ? ഓതറൈസേഷൻ നെസസറി ടു ഇഷ്യൂസ് ദ കീസ്. കണ്ടോ? അതായത് കീ നൽകുന്നതിന് എന്ത് വേണം? ഓതറൈസേഷൻ, ഒരു അംഗീകാരം നൽകണം. അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ ഓതറൈസേഷന്റെ അനുമതി ആവശ്യമാണ്, നെസസറി ആണ്. എന്താ? കീ ഇഷ്യൂ ചെയ്യുന്നതിന്. ആർക്കൊക്കെയാണ് അത് ഹാൻഡിൽ ചെയ്യാനുള്ള അധികാരം, അല്ലെ? അംഗീകാരം. അതനുസരിച്ച് തന്നെ കീസ് ഇഷ്യൂ ചെയ്യുക. എല്ലാവർക്കും കൊടുക്കണ്ട, അത്രേ ഉള്ളൂ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന പോയിന്റ്. ക്ലിയർ ആയില്ലേ? ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് നമ്മൾ പറഞ്ഞു, അല്ലെ? ലോക്കേഴ്സും ലോക്കബിൾ ക്യാബിനറ്റ്സും സ്റ്റാഫിന് കൊടുക്കാന്നുള്ളത്. ഇനി നോക്കിയേ, പ്രൊവിഷൻ ഓഫ് എ സേഫ് ഫോർ പേഷ്യന്റ് വാല്യുബിൾസ്. പേഷ്യൻസിന്റെ വാല്യുബിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? വിലപിടിപ്പുള്ള കാര്യങ്ങൾ, അല്ലെ? അതിന് ഒരു സുരക്ഷിതമായി വെക്കാനുള്ള ഒരു വ്യവസ്ഥ അനുവദിക്കണം. എന്റെ പേഷ്യൻസ് ആണെങ്കിൽ ഇപ്പൊ കുറച്ച് ദിവസം അഡ്മിറ്റ് ആണ്, അല്ലെ? അവർക്ക് എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും, പേഴ്സ് ഉണ്ടാവും, പൈസ ഉണ്ടാവും, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതൊക്കെ സുരക്ഷിതമായി വെക്കാനുള്ള ഒരു വ്യവസ്ഥ വേണം. പ്രൊവിഷൻ ഓഫ് എ സേഫ് ഫോർ പേഷ്യന്റ് വാല്യുബിൾസ്. ഓക്കെ, പേഷ്യൻസിന്റെ വിലപിടിപ്പുള്ള സാധനങ്ങള് സൂക്ഷിക്കാനുള്ള ഒരു പ്രൊവിഷൻ, ഒരു വ്യവസ്ഥ വേണം. അടുത്ത നോക്കിയേ, സെക്യൂർഡ് ക്യാബിൻ ഫോർ ക്യാഷിയർ വിത്ത് എ പാനിക് ബട്ടൺ. പിന്നെ സെക്യൂർഡ് ക്യാബിൻ ഫോർ ആർക്കാണ്? ക്യാഷിയറിന്. ക്യാഷിയറിന് വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു ക്യാബിൻ കൊടുക്കണം. എന്നുവെച്ചാൽ അവിടുത്തെ ക്യാഷ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത ക്യാഷിയർ ആണല്ലോ, അല്ലെ? അപ്പൊ ക്യാഷിയറിന് വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ക്യാബിൻ പ്രൊവൈഡ് ചെയ്യണം. വിത്ത് പാനിക് ബട്ടൺ. അത് എന്തുകൂടി വേണമെന്നാ പറഞ്ഞേക്കണേ? പാനിക് ബട്ടൺ. പാനിക് ബട്ടൺ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അപകടങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അപകട സൈറന്റെ സ്വിച്ച് അതും കൂടി അവർക്ക് പ്രൊവൈഡ് ചെയ്യണമെന്ന്. ഇപ്പൊ ക്യാഷിയർ ചിലപ്പോ ആ ക്യാഷിൽ ഇരിക്കണ്ടാവുള്ളൂ. അപ്പൊ ആരെങ്കിലും അതിക്രമിച്ച് കയറി അയാളെ ആക്രമിച്ചിട്ട് ആ ക്യാഷ് ഒക്കെ മോഷ്ടിക്കാൻ വന്നു കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ ആ ക്യാഷിയറിന് ആ പാനിക് ബട്ടൺ, അതായത് ആ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാല് വല്ല അലാറം ഒക്കെ അടിക്കുന്ന രീതിയിൽ അങ്ങനെയുള്ള ഒരു സജ്ജീകരണം കൂടി കൊടുക്കണം.
അപ്പൊ എന്താ പറയാ, ഓടിച്ചെന്ന് ചിലപ്പോ അവരൊക്കെ പിടിച്ച് കൈയൊക്കെ പിടിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതാണെങ്കിൽ പോലും എന്താ പറയാ, ഒരു ജസ്റ്റ് ഒരു സ്വിച്ച് അമർത്തി കഴിഞ്ഞാല് അല്ലെ, അപകട സൈറന്റെ സ്വിച്ചും കൂടി അവർക്ക് കൊടുക്കണം, അതും കൂടി അവൈലബിൾ ആക്കണം. അതും എന്തിനു വേണ്ടി തന്നെയാണ്? ഈ സെക്യൂരിറ്റിക്ക് വേണ്ടി തന്നെയാണ്, സുരക്ഷിതത്തിന് വേണ്ടി തന്നെയാണ്. അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. സെക്യൂർ ക്യാബിൻ ഫോർ കാഷ്യർ വിത്ത് എ പാനിക് ബട്ടൺ. പിന്നെ അടുത്തതാണ് പ്രൊവൈഡ് റോൾ അപ്പ് ഷട്ടേഴ്സ് ഓർ ഗ്രിൽസ്. റോൾ അപ്പ് ഷട്ടേഴ്സ്, എന്താ, റോൾ ചെയ്ത് വെക്കാൻ പറ്റുന്നത് അല്ലെ, മടക്കി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഷട്ടറുകള് അല്ലെങ്കിൽ ഗ്രില്ലുകള് അറ്റ് സ്ട്രാറ്റജിക് പ്ലേസ്, തന്ത്രപരമായിട്ടുള്ള വളരെ പ്രധാനമുള്ള ആ ഏരിയകളില് റോൾ അപ്പ് ഷട്ടേഴ്സ് അല്ലെങ്കിൽ ഗ്രില്ലുകള് പ്രൊവൈഡ് ചെയ്യുക ഫോർ റൈറ്റ് ടൈം പ്രൊട്ടക്ഷൻ. സോറി, നൈറ്റ് ടൈം പ്രൊട്ടക്ഷൻ. നൈറ്റ് ആണ് കേട്ടോ, രാത്രികാല സമയങ്ങളില് ഉള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഈ നിങ്ങൾ ചില ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അറിയാം, ഒരു പരിധി കഴിഞ്ഞിട്ട് നൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ സെക്യൂരിറ്റി അവിടെ ആ ഗ്രില്ലിടും അല്ലെ, സെക്യൂരിറ്റി അവിടെ ഗ്രില്ല് വെച്ചിട്ട് ക്ലോസ് ചെയ്തിടും. പിന്നെ നമ്മൾ ചെന്ന് എന്താണ് ആവശ്യം എന്ന് പറഞ്ഞാൽ ആ സെക്യൂരിറ്റിയുടെ അനുമതിയോട് കൂടി മാത്രമേ നമുക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുണ്ട്. അല്ലെങ്കിൽ ഒരു നൈറ്റ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാല് എന്താ പറയാ, ആളുകൾ പെട്ടെന്ന് കയറാം. ഇതാണ് ഈ ഷട്ടറുകളൊക്കെ ഇടൂലേ, അതാ ഉദ്ദേശിക്കുന്നത്. റോൾ അപ്പ് ഷട്ടേഴ്സ് ഓർ ഗ്രിൽസ് അറ്റ് എ സ്ട്രാറ്റജിക് പ്ലേസസ്, വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ പരമപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളില് റോൾ അപ്പ് ഷട്ടേഴ്സോ അല്ലെങ്കിൽ ഗ്രിൽസോ പ്രൊവൈഡ് ചെയ്യണം. അതെന്തിനു വേണ്ടിയിട്ടാണ്? രാത്രികാല സംരക്ഷണത്തിന് വേണ്ടി. ഫോർ നൈറ്റ് ടൈം പ്രൊട്ടക്ഷൻ, രാത്രികാല സംരക്ഷണത്തിന് വേണ്ടി. ക്ലിയർ ആയോ? ഇതൊക്കെ പോയിന്റ്സ് ആണ്, ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ലാസ്റ്റ് പോയിന്റ്, പ്രൊവൈഡ് റോൾ അപ്പ് ഷട്ടേഴ്സ് ഓർ ഗ്രിൽസ് അറ്റ് സ്ട്രാറ്റജിക് പ്ലേസസ് ഫോർ എ നൈറ്റ് ടൈം പ്രൊട്ടക്ഷൻ. പിന്നെ അതിന് മുന്നുള്ള പോയിന്റ് അണ്ടർലൈൻ ചെയ്തല്ലോ അല്ലെ, സെക്യൂർ ക്യാബിൻ ഫോർ കാഷ്യർ വിത്ത് എ പാനിക് ബട്ടൺ. പിന്നെ അതിന്റെ മുന്നത്തെ പോയിന്റ്സ് നോക്കിയേ, ലോക്കേഴ്സ് ആൻഡ് ലോക്കബിൾ ക്യാബിനറ്റ്സ് ഫോർ സ്റ്റാഫ്. സ്റ്റാഫിന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. എഗണസ്റ്റ് പേഴ്സണൽ പ്രോപ്പർട്ടി ടെസ്റ്റ്, അതൊന്ന് നോക്കി വെച്ചോ. പിന്നെ ആ CCTVയുടെ കാര്യം, ആ പോയിന്റ് നോട്ട് ചെയ്തിടണം. പിന്നെ അതുപോലെ തന്നെ പ്രോഹിബിറ്റ് പെഡസ്ട്രിയൻ ട്രാഫിക്, ഏരിയ കൂടെ ഉള്ളതാണോ അതൊന്ന് നോക്കിക്കോട്ടോ. അൺലോഡിംഗ് ലോക്ക്, റിസീവിംഗ് ഏരിയ, മോർഗ്, എക്സിറ്റ് ഗേറ്റ് എന്നിവയിലൂടെയുള്ള പെഡസ്ട്രിയൻ ട്രാഫിക് പ്രോഹിബിറ്റ് ചെയ്യുക, നിരോധിക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ ആ സെപ്പറേറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് എന്നുള്ള 4 പോയിന്റ്സും നോട്ട് ചെയ്യുക. അത്രയും അതിനകത്തുനിന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ക്ലിയർ അല്ലേ? ഇത് വായിച്ചാൽ മനസ്സിലാവില്ലേ? എളുപ്പമുള്ളല്ലേ ഇത്? ഓക്കെ ആണോ പോയിന്റ്സുകള്? ഇനി അടുത്തതാണ് മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോൾ പ്രൊസീജിയറൽ സെക്യൂരിറ്റി. ആദ്യത്തെ നമ്മൾ എന്താ പറഞ്ഞത്? അവിടെ ഫിസിക്കൽ സെക്യൂരിറ്റി ആണ്, ശാരീരികമായുള്ള സുരക്ഷയാണ് പറഞ്ഞത്. ഇനി നടപടിക്രമ സുരക്ഷയാണ് കേട്ടോ. രണ്ടും മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോളില് ഒന്നാമത്തെ കണ്ടോ, അതിന്റെ ഒരു ഈ മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോൾ എന്ന് എഴുതിയിട്ട് കൊടുത്തേക്കുന്നുണ്ടോ? ഫിസിക്കൽ സെക്യൂരിറ്റി കണ്ടോ, ശാരീരികമായ സുരക്ഷയുടെ ഭാഗമാണ് ഇതൊക്കെ. അടുത്തതാണ് മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോൾ. അതിനകത്ത് ഏതാണ്? പ്രൊസീജിയറൽ സെക്യൂരിറ്റി. പ്രൊസീജിയറൽ, നടപടിക്രമ സുരക്ഷ. എന്തൊക്കെയാന്ന് നോക്കിയേ, establish service rules and communicate them to all employees. ഇനി അവിടുത്തെ പ്രൊസീജിയർ പരമായിട്ടുള്ള ഒരു നടപടിക്രമ സുരക്ഷയുടെ ഭാഗം എന്തൊക്കെയാന്ന് നോക്കിയേ, സർവീസ് റൂളുകള് എന്ത് ചെയ്യണം? സ്ഥാപിക്കുകയും അത് മറ്റുള്ള എംപ്ലോയീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വേണം. അല്ലെങ്കിൽ അവിടുത്തെ റൂൾസ് എന്താണെന്നുള്ളത് അവര് മാത്രം അറിഞ്ഞാൽ മതിയോ? ആ ഹെഡ് മാത്രം അറിഞ്ഞാൽ മതിയോ? അല്ലെ, ഒരു റൂൾസ് വേണം. ഓരോ സെക്ഷനിലാണെങ്കിലും അവരുടേതായ റൂൾസ് കാര്യങ്ങൾ വേണം.
അത് മറ്റുള്ള എംപ്ലോയീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എങ്കിലല്ലേ നമുക്ക് ആ റൂൾസ് എന്താണ്, എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് ആണ് എടുക്കേണ്ടത്, എന്താണ് അങ്ങനെ ഉള്ള റൂൾസ്, ഒരു അവിടുത്തെ സർവീസ് റൂൾസ്, ഇതെല്ലാം എന്താ സ്ഥാപിക്കുകയും അത് മറ്റുള്ള എംപ്ലോയീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വേണം. അവർക്ക്, അതായത് എംപ്ലോയീസിന് അതേക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. ഓക്കെ, എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് വെച്ചാൽ സ്ഥാപിക്കുക. എന്താ സ്ഥാപിക്കേണ്ടത്? സർവീസ് റൂൾസ്. സർവീസ് റൂളുകൾ സ്ഥാപിക്കുക. അതെന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ടു ഓൾ എംപ്ലോയീസ്. എല്ലാ എംപ്ലോയീസുമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അടുത്ത് നോക്കിയേ, എസ്റ്റാബ്ലിഷ് പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ഫോർ ഓൾ ഡിപ്പാർട്ട്മെന്റ്. എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് വെച്ചാൽ സ്ഥാപിക്കുക. പോളിസീസ് ആൻഡ് പ്രൊസീജിയർ, പോളിസികള്, പ്രൊസീജിയറുകള് ഫോർ ഓൾ ഡിപ്പാർട്ട്മെന്റ്. വേണ്ടേ? എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അവരുടേതായിട്ടുള്ള ആ ഡിപ്പാർട്ട്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള പോളിസി, അല്ലെ, നിയമങ്ങളും നടപടികളൊക്കെ വേണം. അതുപോലെ നടപടിക്രമങ്ങൾ വേണം. ഓരോ ഡിപ്പാർട്ട്മെന്റിലും അതിന്റെ തോന്നിവാസം ചെയ്യാൻ പറ്റോ, പ്രവർത്തിക്കാൻ പറ്റോ? ഓരോ ഡിപ്പാർട്ട്മെന്റിനും പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ട്, അല്ലെ? അത് സ്ഥാപിക്കുക. അതിൽ എന്തിന്റെ ഭാഗമാണ്? ഒരു സെക്യൂരിറ്റിയുടെ ഭാഗമാണ്. എന്ത്? പ്രൊസീജിയർ സെക്യൂരിറ്റിയുടെ ഭാഗമാണ് അത്. അടുത്ത നോക്കിയേ, എസ്റ്റാബ്ലിഷ് കമ്മിറ്റി. കമ്മിറ്റികള് രൂപീകരിക്കുക. എന്തൊക്കെ കമ്മിറ്റി അവിടെ പറഞ്ഞേക്കണേ? പർച്ചേസ് കമ്മിറ്റി, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഫാർമസിയിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി അല്ലെ? എന്താണ് ചെയ്യുന്നത്? ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്താ? മാനേജ് ദ മെഡിക്കേഷൻ റിലേറ്റഡ് പോളിസീസ് ആൻഡ് പ്രാക്ടീസ്. മരുന്നുകളുമായി ബന്ധപ്പെട്ട് വരുന്ന പോളിസികളും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യല്ലേ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. പിന്നെ പർച്ചേസ് കമ്മിറ്റി. പർച്ചേസ് കമ്മിറ്റി എന്താണ്? ആ മെറ്റീരിയൽസിന്റെ സംഭരണവും അതിന്റെ വിതരണവും അതിന്റെ എല്ലാ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങള് ഉറപ്പാക്കുന്നതിനാണ് പർച്ചേസ് കമ്മിറ്റി. അത് നമുക്ക് പഠിക്കാണ്ട് കേട്ടോ. അതായത് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കാണ്ട്. ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ മെഡിക്കേഷൻസുമായിട്ട്, അല്ലെ, മരുന്നുകൾ, മെഡിസിൻസ്, ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള്, അതിന്റെ സേഫ്റ്റി സെക്യൂരിറ്റി കാര്യങ്ങള്. പർച്ചേസ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസ് മാനേജ്മെന്റില് നമ്മൾ ഓരോ മെറ്റീരിയൽസ്, സാധനങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പർച്ചേസ് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള അതിന്റെ കൃത്യമായ മാനദണ്ഡങ്ങള്, അല്ലെ, സംഭരണ, അത് ആ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാനും സംഭരണ രീതികളുടെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉറപ്പാക്കാനാണ് പർച്ചേസ് കമ്മിറ്റി എന്ന് പറയുന്നത്, അല്ലെ? പർച്ചേസ് കമ്മിറ്റി. അതായത് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, അവിടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, പ്രത്യേക സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കും. ഇവരൊക്കെയാണ് ആ പർച്ചേസ് കമ്മിറ്റിയിൽ വരുന്നത്. എന്താ ഇവിടെ ഇത്ര പഠിച്ചാൽ മതി. കമ്മിറ്റികൾ സ്ഥാപിക്കുക. ഓരോന്നിന്റെ സേഫ്റ്റിക്ക് വേണ്ടി തന്നെയാണ് കേട്ടോ കമ്മിറ്റികൾ സ്ഥാപിക്കുക. പർച്ചേസ് കമ്മിറ്റി, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. പിന്നെ അടുത്ത പോയിന്റ് നോക്കി, എസ്റ്റാബ്ലിഷ് അക്കൗണ്ടബിലിറ്റി. ഉത്തരവാദിത്തം സ്ഥാപിക്കുക. നോക്കി, ആൻഡ് കൺട്രോൾ ഓവർഫ്ലോ ഓഫ് ഹോസ്പിറ്റൽ സപ്ലൈസ് ആൻഡ് മെറ്റീരിയൽസ്, പർട്ടിക്കുലർലി റിസീവിംഗ് ഫങ്ഷൻസ്. കണ്ടോ, ഹോസ്പിറ്റലിൽ ഓവർഫ്ലോന്റെ ആവശ്യമുണ്ടോ? ഓവർഫ്ലോ ആയിട്ട് വരുന്ന ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഓവർ സ്റ്റോക്കിന്റെ ആവശ്യമില്ല, അല്ലെ? അതൊക്കെ നമുക്ക് എന്താ പറയാ, ആ ഒരു ഹോസ്പിറ്റലിലെ സപ്ലൈകള്, അതുപോലെ തന്നെ മെറ്റീരിയൽസും, അത് പ്രത്യേകിച്ച് റിസീവിംഗ് ഫംഗ്ഷൻ ആണ്. ഓവർഫ്ലോ കൺട്രോൾ ചെയ്യുക, അതിനുള്ള ഉത്തരവാദിത്തം സ്ഥാപിക്കുക. എസ്റ്റാബ്ലിഷ് അക്കൗണ്ടബിലിറ്റി ആൻഡ് കൺട്രോൾ. ഉത്തരവാദിത്തം സ്ഥാപിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക. എന്താണ് നിയന്ത്രിക്കേണ്ടേ? ഓവർഫ്ലോ ഓഫ് ഹോസ്പിറ്റൽ സപ്ലൈസ് ആൻഡ് മെറ്റീരിയൽസ്. പ്രത്യേകിച്ച് റിസീവിംഗ് ഫംഗ്ഷൻ, റിസീവ് ചെയ്യുമ്പോൾ, അല്ലെ, റിസീവിംഗ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഓവർഫ്ലോന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മള് ഈ ഡ്രഗ്സ്, മെഡിസിൻസ് കാര്യങ്ങളാണെങ്കിൽ ഒരുപാട് സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെ? അതിന്റെ എക്സ്പയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. അതൊക്കെ ഓവർ സ്റ്റോക്കിങ്ങിന്റെ ആവശ്യമില്ല. അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തം സ്ഥാപിക്കുകയും ചെയ്യുക. അതൊക്കെ പ്രൊസീജിയറൽ സെക്യൂരിറ്റിയുടെ ഭാഗമാണ്. ഈ മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോളില് പ്രൊസീജിയറൽ സെക്യൂരിറ്റിയുടെ ഭാഗമാണത്. അടുത്ത് നോക്കി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെന്ററി കൺട്രോൾ പ്രൊസീജിയർ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെന്ററി കൺട്രോൾ പ്രൊസീജിയർ. ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് കൺട്രോൾ, വിവര പട്ടികകൾ, അല്ലെ? അങ്ങനെയുള്ള നടപടിക്രമങ്ങള് നോക്കുക.
ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇൻവെന്ററി കൺട്രോൾ പ്രൊസീജിയർ, സ്റ്റോക്ക് കൺട്രോൾ പ്രൊസീജിയർ, നടപടിക്രമങ്ങള് അതൊക്കെ നോക്കുക. Then establish well formulated procedure for requisition, purchase, intent, supply and distribution. Intent എന്ന് പറഞ്ഞാൽ കരാറ് അല്ലെങ്കിൽ ഉടമ്പടി. Intent, INDENT. എന്തിനൊക്കെയാണ് വെൽ ഫോർമുലേറ്റഡ് പ്രൊസീജിയർ സ്ഥാപിക്കണ്ടേ? നന്നായി രൂപപ്പെടുത്തിയ ഒരു നടപടിക്രമങ്ങൾ സ്ഥാപിക്കുക. ഫോർ എന്തിനു വേണ്ടി? റിക്വസിഷൻ, അല്ലെ? റിക്വസ്റ്റ് കൊടുക്കണം. അതൊക്കെ മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. പർച്ചേസ് റിക്വസിഷൻ നമുക്ക് പല ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഏതൊക്കെ, ഇപ്പൊ നമുക്ക് റേഡിയോളജി, ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്തെങ്കിലും എക്സ്റേ സ്കാനറോ എക്സ്റേ മെഷീൻസോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് നമ്മൾക്ക് എന്താണ്, നമ്മൾ ഒരു ഓർഡർ കൊടുക്കുക, ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്. അവരാണ് ഏതൊക്കെ ഇത് വാങ്ങണം എന്നുള്ളതിനൊക്കെ ഓർഡർ കൊടുക്കുന്നത്. അല്ലാതെ നേരിട്ട് ആ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുകയല്ല ചെയ്യുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ അവിടെ പഠിക്കാറുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ എടുത്ത് പറയുന്നില്ല. ഏതാണ് പർച്ചേസ് റിക്വസിഷൻ, അതിന് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു നടപടിക്രമങ്ങൾ വേണം. പിന്നെ ആ പർച്ചേസ് ചെയ്യാൻ ഇന്റന്റ്, കരാർ അല്ലെങ്കിൽ ഉടമ്പടി. ഇന്റന്റ്, സപ്ലൈസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അത് സപ്ലൈ ചെയ്യുന്നതിന് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിലും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനുമൊക്കെ എന്ത് വേണം? ഒരു നന്നായി രൂപപ്പെടുത്തിയ ഒരു പ്രൊസീജിയർ, നടപടിക്രമ സുരക്ഷ വേണം, നടപടിക്രമം വേണം. അത് സ്ഥാപിക്കുക. അതൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. Established well formulated procedure for requisition, purchase, intent, supply and distribution. ഇതിനൊക്കെ നന്നായി രൂപപ്പെടുത്തിയ നടപടിക്രമങ്ങൾ സ്ഥാപിക്കുക. അടുത്തതാണ് ലാസ്റ്റ് നോക്കിയേ. Then conduct surprise check of all departmental inventories. എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ പട്ടികകൾ, അല്ലെ, അല്ലെങ്കിൽ അവിടുത്തെ ഇൻവെന്ററി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? സർപ്രൈസ് ചെക്ക് കണ്ടക്ട് ചെയ്യുക. അപ്പൊ നേരത്തെ ഇങ്ങനെ ഇന്ന സൂപ്പർവൈസർ ചെക്ക് ചെയ്യാൻ വരൂന്ന് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് അറിയിച്ച് കഴിഞ്ഞാൽ അവരെല്ലാം കണക്കും കാര്യങ്ങളും ഒക്കെ കൃത്യമാക്കി വെക്കൂലേ? വെക്കോ? അപ്പൊ നമുക്ക് അവിടെ എന്തെങ്കിലും അവർ ചെയ്യുന്ന വല്ല മോഷണോ അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് അറിയാൻ പറ്റുമോ? അവര് ചെയ്യുന്ന ദിവസം എന്താ പറയാ ചെക്കിങ്ങിന് വരൂ എന്ന് പറയുമ്പോ അവരെല്ലാം കണക്കും കാര്യങ്ങളും റെക്കോർഡ്സും എല്ലാം അവര് ഓക്കെ ആക്കി വെക്കും, അല്ലേ? ഓക്കെ ആക്കി വെക്കൂല്ലേ? നേരത്തെ മുൻകൂട്ടി പറയുമ്പോ ഓക്കെ ആക്കി വെക്കോ? യെസ്, അല്ലേ? ഇനി നോക്കി ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? ഒരു സർപ്രൈസ് ചെക്ക്, പെട്ടെന്ന് വന്ന ഒരു ചെക്കിങ് നടത്താം. അപ്പോഴായിരിക്കും ചിലപ്പോ നമുക്ക് എന്താ പറയാൻ പറ്റാം, അല്ലേ? എന്തെങ്കിലും നമുക്ക് ഫോൾട്ടുകളൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ സർപ്രൈസ് ചെക്സുകൾ കണ്ടക്ട് ചെയ്യുക, സർപ്രൈസ് ആയിട്ടുള്ള പരിശോധനകൾ കണ്ടക്ട് ചെയ്യുക ഓഫ് ഓൾ ഡിപ്പാർട്ട്മെന്റൽ ഇൻവെന്ററീസ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും നടപടി ഇൻവെന്ററീസ്, വിവര പട്ടികകള് കണ്ടുപിടിക്കാം, മിസ്റ്റേക്ക് കണ്ടുപിടിക്കാം. ശരിയാണ്, മാമിനെ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്ത് മിസ്റ്റേക്കാ? റെക്കോർഡ് ശരിയല്ലേ? അവരുടെ കണക്ക് കാര്യങ്ങൾ ശരിയല്ലേ? അതിന്റെ ഇതൊക്കെ ശരിയല്ലേ എന്നുള്ളത് സർപ്രൈസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇതൊക്കെയാണ് നടപടിക്രമ സുരക്ഷ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ ഇതൊക്കെ. പിന്നെ ചോദിക്കാൻ വേണമെങ്കിൽ ഈ ഫിസിക്കൽ സെക്യൂരിറ്റിയിൽ വരുന്നതോ അല്ലെങ്കിൽ പ്രൊസീജിയർ സെക്യൂരിറ്റിയിൽ വരുന്നത് ഏതൊക്കെയാണെന്നുള്ളത് കേട്ടോ. ഇവിടെ എല്ലാം എന്താ പറഞ്ഞ പ്രൊസീജിയർ, ഒരു നടപടിക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സുരക്ഷാ രീതികളാണ് പറഞ്ഞിരിക്കുന്നത്. അത് പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അല്ലേ? സർവീസ് റൂൾസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ്, സർവീസ് റൂളുകൾ സ്ഥാപിക്കുക, എംപ്ലോയീസുമായിട്ട് അത് കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള പോളിസി പ്രൊസീജിയറുകൾ സ്ഥാപിക്കുക. പിന്നെ അതിനുവേണ്ടി പ്രത്യേകം കമ്മിറ്റികൾ സ്ഥാപിക്കുക, അല്ലെ? അപ്പൊ ഓരോന്നിന്റെ ഉത്തരവാദിത്തം ആ കമ്മിറ്റിക്കായിരിക്കും. അപ്പൊ അവര് കുറച്ചുകൂടി ശ്രദ്ധിച്ച കാര്യങ്ങളൊക്കെ ചെയ്തോളേ, അല്ലെ? അതും ഏതാ? പ്രൊസീജിയറൽ സെക്യൂരിറ്റിയുടെ ഭാഗമാണ്. കമ്മിറ്റികൾ സ്ഥാപിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലെ സപ്ലൈകളുടെ ഓവർഫ്ലോ, അല്ലേ, അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് കൺട്രോൾ ചെയ്യുക, അതിനുള്ള അക്കൗണ്ട് ഉത്തരവാദിത്തം സ്ഥാപിക്കുകയും ചെയ്യുക. പിന്നെ ഇൻവെന്ററി കൺട്രോൾ പ്രൊസീജിയറുകൾ അത് നോക്കുക.
പിന്നെ നല്ലൊരു റിക്വസിഷന്, പർച്ചേസിന്, ഇന്റന്റിന്, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇതിനൊക്കെ ഒരു നന്നായി രൂപപ്പെടുത്തിയ ഒരു നടപടിക്രമങ്ങൾ സ്ഥാപിക്കുക. പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും അല്ലെ ഇൻവെന്ററീസും ഒക്കെ ഒരു സർപ്രൈസ് ചെക്സുകൾ നടത്തുക, പരിശോധനകള് പെട്ടെന്നുള്ള ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു പരിശോധന കണ്ടക്ട് ചെയ്യും. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ, നമ്മുടെ ആ ചാപ്റ്റർ തീർന്നു കേട്ടോ. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ. അപ്പൊ ആദ്യ സെക്ഷനിൽ നമ്മളെല്ലാം സേഫ്റ്റി റൂൾസ് പറഞ്ഞത് കേട്ടോ, അതെല്ലാം നോക്കണം. പേഴ്സണൽ അല്ലെങ്കിൽ ജനറൽ സേഫ്റ്റി റൂൾസ്, പിന്നെ പേഷ്യന്റ് കെയറിൽ വരുന്ന സേഫ്റ്റി, സേഫ്റ്റി ഇൻ ട്രാഫിക്, സേഫ്റ്റി ട്രിപ്സ് ആൻഡ് ഫോൾസ് അല്ലെ. അപ്പൊ അത്രയൊക്കെ നമ്മൾ അതിനകത്ത് പഠിച്ചതാണ്. ഇലക്ട്രിക് അല്ലെ, സേഫ്റ്റി ഇലക്ട്രിക് ഗുഡ്സ്, അത്രയും സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട ഞാൻ പറഞ്ഞു അതിലെ പോയിന്റ്സുകൾ തന്നെ നോക്കി വെക്കും. ഓരോന്നിന്റെ കീഴിൽ വരുന്നത് എന്തൊക്കെയാന്ന് ചോദിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ സേഫ്റ്റി ഇൻ ഇലക്ട്രിക് ഗുഡ്സ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സേഫ്റ്റി കാര്യങ്ങള്. രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ സെക്യൂരിറ്റി ആണ് നമ്മൾ നോക്കിയത് ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടോ. ഹോസ്പിറ്റലിൽ ഏതൊക്കെ രീതിയിലൂടെ നഷ്ടം സംഭവിക്കാം, പിന്നെ മെത്തേഡ് ഓഫ് ഇന്റേണൽ ഇത് കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡുകൾ, അത് രണ്ടെണ്ണം ഉണ്ട്. ഫിസിക്കൽ സെക്യൂരിറ്റി ഉണ്ട്, രണ്ടാമത്തെ പ്രൊസീജിയറൽ സെക്യൂരിറ്റി ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലേ? ഇനി അടുത്തൊരു ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പഠിക്കുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ ആട്ടോ. തേർഡ് മൊഡ്യൂളില് നമ്മൾ എടുക്കുന്ന രണ്ടാമത്തെ ചാപ്റ്റർ മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് നിങ്ങളുടെ ടെക്സ്റ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ അത് മാർക്കറ്റിംഗ് എടുക്കണേ. മാർക്കറ്റിംഗ് തേർഡ് മൊഡ്യൂളില് 9th ചാപ്റ്റർ അല്ലേ? ഓക്കെ, 9. 8ാമത്തെ ചാപ്റ്റർ അല്ലായിരുന്നോ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി? ആണോ? 8ാമത്തെ ചാപ്റ്റർ അല്ലെ? 8, 9. ഓക്കെ, 9th ചാപ്റ്റർ ആണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കുറച്ചൊക്കെ ബികോം അല്ലെ, കൊമേഴ്സ് കുട്ടികള് അവർക്കൊക്കെ കുറച്ചും കൂടി അറിയാൻ പറ്റും. എല്ലാവർക്കും എളുപ്പമുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഒത്തിരി വലിയ ടഫായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. മാർക്കറ്റിംഗ്, ആ വേർഡ് കേട്ടിട്ടുണ്ടല്ലോ, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ബിസിനസ്സിലും ഒക്കെ എപ്പോഴും വരുന്ന ഒരു ഇത് ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്ക് തന്നെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ചാപ്റ്റർ 9 ആണ് കേട്ടോ. ചാപ്റ്റർ 9 മാർക്കറ്റിംഗ്. എന്താണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്? സിമ്പിൾ ആയിട്ട് നമുക്ക് എന്തെന്ന് പറയാം. ആദ്യം തന്നെ കുറച്ച് ഡെഫിനിഷൻസ് ആണ് അവിടെ കൊടുക്കേണ്ടത് കേട്ടോ. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രൊഡക്റ്റ് എന്തോ ആയിക്കോട്ടെ, കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ട്. അങ്ങനെ ഇട്ടിട്ടുണ്ട്. കൊമേഴ്സ് ഉള്ളവർക്ക് +2 സയൻസ് എടുത്തവർക്കൊന്നും അത്ര ഉണ്ടാവില്ല, എന്നാലും അറിയാം. മാർക്കറ്റിംഗ് ഒക്കെ ഫെമിലിയർ ആയിട്ടുള്ളത് തന്നെയാണ്. കൊമേഴ്സ് അല്ലെ, മറ്റേ ഡിഗ്രി ബികോം ഇതൊക്കെ ഉള്ളവർക്കൊക്കെ മാർക്കറ്റിംഗ് ഒക്കെ കുറച്ച് പഠിക്കാം. ബികോം 3rd ഇയറിൽ പഠിക്കാണ്ട്, ഒരു സബായിട്ട് തന്നെ പഠിക്കാണ്ട്, ഒരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ മാർക്കറ്റിംഗ്. ഓക്കെ, ഇത് കുറച്ച് കാര്യങ്ങളായിട്ട് പറയണുള്ളൂ. അത് കുറച്ചേ ഉള്ളൂ, അത് അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. വളരെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ. എന്തായാലും സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ മാർക്കറ്റിംഗ് എന്ന് പറയാം, നമുക്ക് മനസ്സിലാവുന്ന സാധാരണ എല്ലാവർക്കും വേണ്ടിയാട്ടോ. ഇപ്പൊ +2 നമ്മൾ കൊമേഴ്സ് പഠിക്കാത്തവരുണ്ടാവും ഇവിടെ അല്ലെ. +2 സയൻസ് പഠിച്ചവർക്ക് ചിലപ്പോൾ അത്രയും ഇതിന്റെ ഡീറ്റെയിൽ അറിയണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ മാർക്കറ്റിംഗ് പറയാം. സിമ്പിൾ ആയിട്ട് ഒരു പ്രൊഡക്റ്റ് എന്തോ ആയിക്കോട്ടെ, ആ പ്രൊഡക്റ്റ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആള് അല്ലെ, അത് ഉത്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ആള് അതാണ് പ്രൊഡ്യൂസർ അല്ലെ. ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസറിന്റെ അടുത്ത് നിന്ന് അത് കൺസ്യൂം ചെയ്യുന്ന കൺസ്യൂമറിലേക്ക് അല്ലെ, അത് വാങ്ങുന്ന ആളുകൾ വേണ്ട, ആ പ്രൊഡക്റ്റ് വാങ്ങുന്നത് കൺസ്യൂം ചെയ്യുന്നവരാണ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസറിന്റെ അടുത്ത് നിന്ന് കൺസ്യൂമറിലേക്ക് എത്തിക്കാൻ വേണ്ടി വരുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും നമുക്ക് മാർക്കറ്റിംഗ് എന്ന് പറയാം. സിമ്പിൾ ഡെഫിനിഷൻ ആട്ടോ. ഡെഫിനിഷൻ ഒന്നും എക്സാമിന് ചോദിക്കില്ല, എങ്കിൽ പോലും ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. എന്താണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്? മാർക്കറ്റിംഗ് ഈസ് കൺസേൺ വിത്ത് പീപ്പിൾ ആൻഡ് ആക്ടിവിറ്റീസ് ഇൻവോൾവ് ഇൻ ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ. അതായത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസറിന്റെ അടുത്ത് നിന്ന് കൺസ്യൂമറിലേക്ക് എത്തിക്കാൻ വേണ്ടി വരുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും നമുക്ക് മാർക്കറ്റിംഗ് എന്ന് പറയാം. ഇവിടെ ഒരു 3 ഡെഫിനിഷൻ പോലെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. വാട്ട് ഈസ് മാർക്കറ്റിംഗ്? ഈസ് എ പെർഫോമൻസ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്.
പെർഫോമൻസ് ഒരു പ്രകടനമാണ് അല്ലെ. എന്താണ് പറഞ്ഞേക്കുന്നത്? ഒരു പെർഫോമൻസ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ദാറ്റ് മാനേജ് ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ ഓർ യൂസർ. നമ്മൾ പറഞ്ഞില്ലേ, അത് തന്നെയാ പറഞ്ഞേക്കുന്നത്. ഒരു പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിലേക്കോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നവര് യൂസർ അല്ലെ, യൂസറിലേക്കോ ഓർ യൂസർ അല്ലെ, യൂസറിലേക്കോ ഗുഡ്സ് ആവാം, അത് സർവീസ് ആകാം. ഇപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമ്മൾ സർവീസ് അല്ലേ ഉദ്ദേശിക്കുന്നത് അല്ലെ. ഹോസ്പിറ്റലിൽ ഒരു സർവീസ് അല്ലേ കൊടുക്കുന്നത്, സാധനങ്ങൾ വിൽക്കുകയല്ലല്ലോ അവിടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിൽ എന്താ ഒരു സർവീസ് ആണ്, അതാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെ. ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെ, ഗുഡ്സിന്റെയും സർവീസുകൾ കാര്യങ്ങളുടെയും സേവനങ്ങളുടെയും ആ ഫ്ലോ നിയന്ത്രിക്കുന്ന, മാനേജ് ദ ഫ്ലോ, ആ ഫ്ലോസ് മാനേജ് ചെയ്യുന്ന നിയന്ത്രിക്കുന്ന ബിസിനസ് പ്രവർത്തനം അല്ലെ, ബിസിനസിന്റെ ഒരു പ്രകടനമാണ് എന്തെന്ന് പറഞ്ഞേക്കുന്നത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഈ ഒരു ഡെഫിനിഷൻ അവിടെ തന്നിട്ട് അതെന്താന്ന് ചോദിക്കും. The performance of business activity that manage the flow of goods and services from producer to consumer or user is called the dash. എന്തെന്ന് പറയാ അപ്പൊ നമുക്കത് മാർക്കറ്റിംഗ്. സിമ്പിൾ ആയിട്ട് കിട്ടിയോ? അതാണ് ആദ്യം തന്നെ ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു പ്രൊഡക്റ്റ് ഒരു പ്രൊഡ്യൂസറിന്റെ അടുത്ത് നിന്ന് കൺസ്യൂമറിലേക്ക് എത്തിക്കാൻ വേണ്ടി വരുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും നമുക്ക് മാർക്കറ്റിംഗ് എന്ന് പറയാം അല്ലേ. അല്ലെങ്കിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഇസ് എ പെർഫോമൻസ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റി. ബിസിനസ് ആക്ടിവിറ്റീസ് പ്രവർത്തനങ്ങളുടെ ഒരു പ്രകടനമാണ്. എന്ത് ചെയ്യുന്നു അത്? ദാറ്റ് മാനേജ് ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ ഓർ യൂസേഴ്സ് അല്ലെ. ഒരു ഗുഡ്സ് ആവാം, സാധനങ്ങളാകാം, അല്ലെങ്കിൽ സേവനങ്ങളാവാം. പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അല്ലെ, എത്തിക്കുന്ന ആ ഒരു ഫ്ലോ നിയന്ത്രിക്കുന്ന, മാനേജ് ചെയ്യുന്ന ബിസിനസ് ആക്ടിവിറ്റീസ് ആണ് മാർക്കറ്റിംഗ്. മനസ്സിലായോ എന്താന്നുള്ളത്? ഓക്കെ, ക്ലിയർ അല്ലേ? ആ ഡെഫിനിഷൻ തന്നിട്ട് അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാറായില്ലേ? ഈസ് കോൾഡ് ഡാഷ് എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മാർക്കറ്റിംഗ് നമുക്ക് ആൻസർ ചെയ്താം. ഇനി it is the development and systematic distribution of goods and services for selected consumer segment. ഒരു സെലക്ട് ചെയ്തിട്ടുള്ള, ഒരു തെരഞ്ഞെടുത്തിട്ടുള്ള കൺസ്യൂമർ സെഗ്മെന്റ്, കൺസ്യൂമർ വിഭാഗത്തിനായിട്ടുള്ള ഗുഡ്സിന്റെയും സർവീസുകളുടെയും ഒരു ചിട്ടയായ വിതരണം. കണ്ടോ? ഡെവലപ്മെന്റ് ആൻഡ് സിസ്റ്റമാറ്റിക് ഡിസ്ട്രിബ്യൂഷൻ, ചിട്ടയായ വിതരണവും വികസനവുമാണ് മാർക്കറ്റിംഗ്. രണ്ടാമത്തെ സെന്റൻസ് തരാം, എന്നിട്ടും ചോദിക്കാം എന്താണെന്നുള്ളത്. ഡെവലപ്മെന്റ് ആൻഡ് സിസ്റ്റമാറ്റിക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ സെലക്ടഡ് കൺസ്യൂമർ സെഗ്മെന്റ് ഈസ് കോൾഡ് ഡാഷ്. അവിടെ ചോദിച്ചാലും ആൻസർ എന്ത് തന്നെയാണ്? മാർക്കറ്റിംഗ്. കിട്ടിയ രണ്ടാമത്തത്? ഒരു സെലക്ടഡ്, ഒരു തെരഞ്ഞെടുത്തിട്ടുള്ള കൺസ്യൂമർ വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ഗുഡ്സിന്റെയും സർവീസുകളുടെയും ചിട്ടയായ വികസനവും വിതരണവുമാണ് മാർക്കറ്റിംഗ്. ഇനി മൂന്നാമത്തെ നോക്കിയേ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ, ആ ഡെഫിനിഷൻ ആണ്. അടുത്തത് മൂന്നാമത്തെ നോക്കിയേ, പല രീതിയിൽ കൊടുത്തേക്കുന്നതാണ് കേട്ടോ. മാർക്കറ്റിംഗിനെ പല രീതിയിൽ കൊടുത്തേക്കുന്നതാണ്. മാർക്കറ്റിംഗ് ഈസ് എ ഫങ്ഷണൽ മാനേജ്മെന്റ് ബൈ ആൻ ഓർഗനൈസേഷൻ ഓഫ് ഇറ്റ്സ് എക്സ്ചേഞ്ച് റിലേഷൻസ് വിത്ത് ഇറ്റ്സ് വേരിയസ് മാർക്കറ്റ്. മാർക്കറ്റ് എന്താണ് പറഞ്ഞേക്കുന്നത്? വിവിധ മാർക്കറ്റുകളുമായി, വിപണികളുമായി വിനിമയ ബന്ധമുള്ള ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനപരമായ മാനേജ്മെന്റ് ആണ്. കണ്ടോ? ഇസ് ദ ഫങ്ഷണൽ മാനേജ്മെന്റ് ബൈ ആൻ ഓർഗനൈസേഷൻ. അത്ര അണ്ടർലൈൻ ചെയ്തിട്ടാ മതി. മാർക്കറ്റിംഗ് ഇസ് ദ ഫങ്ഷണൽ മാനേജ്മെന്റ് ബൈ ആൻ ഓർഗനൈസേഷൻ ഓഫ് ഇറ്റ്സ് എക്സ്ചേഞ്ച് റിലേഷൻ വിത്ത് വേരിയസ് മാർക്കറ്റ്. പല മാർക്കറ്റുകളുമായി വിനിമയ ബന്ധമുള്ള അല്ലെ, വിനിമയ ബന്ധമുള്ള ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനപരമായ മാനേജ്മെന്റ് ആണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അത് ചോദിക്കാം. ആ ഒരു സെന്റൻസ് തന്നിട്ട് ചോദിക്കാം, ഡാഷ് ഇട്ട് ചോദിക്കാം. അപ്പൊ 3 നമ്മൾ ഓൾറെഡി പഠിച്ചില്ലേ? 3ന്റെയും ആൻസർ പഠിച്ചില്ലേ? എന്താണ്? 3 ഡെഫിനിഷൻ തന്നിട്ട് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ നമ്മൾ ഓൾറെഡി പഠിച്ചു. മാർക്കറ്റിംഗ് ആണ് പെർഫോമൻസ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. ഇതാണ് ഒന്നാമത്തെ പറഞ്ഞേക്കുന്നത് അല്ലെ. ദാറ്റ് മാനേജ് ദ ഫ്ലോ ഓഫ് ഗുഡ്സ്
flow of goods and services from producer to consumer is called marketing. Okay. രണ്ടാമത്തേൽ എന്താ? സിസ്റ്റമാറ്റിക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതും എന്താ പറഞ്ഞേക്കുന്നത്? ഡെവലപ്മെന്റ് ആൻഡ് സിസ്റ്റമാറ്റിക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ദാറ്റ് ഈസ് ഓൾസോ മാർക്കറ്റിംഗ്. ദെൻ അടുത്തത് എന്താ? ഫങ്ഷണൽ മാനേജ്മെന്റ് ബൈ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനപരമായ മാനേജ്മെന്റ് ആണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആണോ? മൂന്ന് കാര്യം ജസ്റ്റ് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. എന്തായാലും ആ മൂന്ന് ഡെഫിനേഷനും ക്ലിയർ അല്ലേ? മൂന്ന് ഡെഫിനേഷനും എക്സാമിന് മാറി മാറി ചോദിക്കാം. എന്നിട്ട് അതിന്റെ ആൻസർ ഏതാണ്, ആ ഡെഫിനേഷൻ തന്നിട്ട് നമ്മളൊന്ന് ആൻസർ ചൂസ് ചെയ്താൽ മതി. ഡെഫിനേഷൻ ആരും ബൈഹാർട്ട് ചെയ്യണ്ട, അത് തരും. ആൻസർ അവിടെ ഉണ്ടാവും. എന്താണെന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. ആൻസർ മൂന്നിന്റെയും മാർക്കറ്റിംഗ് ആണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി നോക്കാം.